ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഒരു വീഡിയോ ആയിട്ട്. ലാസ്റ്റ് വീഡിയോ വിഷുവിൻ്റെ വ്ളോഗായിരുന്നല്ലോ. അപ്പോൾ ഇത് അതിന് മുമ്പിലത്തെ വീഡിയോ ആട്ടോ. ഞാൻ എഡിറ്റിങ് കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ട് ഞാനിങ്ങനെ ലാഗാക്കി വെച്ചിരുന്ന വീഡിയോ ആണ് ഫൈനലി എഡിറ്റ് ചെയ്തിട്ടു. മക്കളെ ഒന്ന് മാറടാമോ എന്ന് വീഡിയോ എഡിറ്റ് ചെയ്തല്ല, വോയിസ് ഓവർ ചെയ്യട്ടെ. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടാണ് വോയിസ് ഓവർ. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു പനിയുടെ ലക്ഷണമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് അടയുന്നുണ്ട്, ശ്വാസം പ്രശ്നമാവുന്നുണ്ട്. എന്നാലും വോയിസ് ഓവർ ചെയ്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ ഈദിൻ്റെ ഹോളിഡേയ്സിൽ ഫസ്റ്റ് ഡേയിലെ വീഡിയോ കേട്ടോ. നമുക്കിവിടെ ഈദിൻ്റെ എല്ലാ ഡേയ്സിലും നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്തെ ഫസ്റ്റ് ഡേ ആണ് ഈ ഒരു ദിവസം. കണ്ണൻചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോളും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കൂടെ അബുദാബിയിൽ നിന്ന് വന്ന ദിവസമാണ് കേട്ടോ ഇത്. ആക്ച്വലി ഞാൻ ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയതല്ല. ടൈം മാനേജ്മെൻറ്റ് എനിക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനത് ക്ലിയർ ചെയ്തു. വിഷുവിൻ്റെ അന്നത്തെ ഫുൾ സദ്യ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ആ ഒരു ഫിയർ ഞാൻ ബ്രേക്ക് ചെയ്തു. എനിക്കിനിയിപ്പം വീഡിയോ എടുക്കാം, അങ്ങനെ ടൈമിനെ സെറ്റാക്കാൻ പറ്റും എന്നെക്കൊണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഇവർ വരുന്ന ദിവസം ഞാനൊന്ന് മടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സെർവ് ചെയ്യുമ്പം എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മറന്നേ പോയി. എപ്പോഴും ഫുഡ് കാണുമ്പോൾ ഞാൻ വീഡിയോ ഞാൻ എടുക്കാൻ മറക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാൻ മറന്നു, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എന്ന വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തത്. എല്ലാവരെയും കൊണ്ട് നമ്മൾ കോർഫക്കാൻ ബീച്ചിലേക്കാണ് കേട്ടോ വന്നത്. കാരണം കോർഫക്കാൻ ഒരു കുഞ്ഞി സ്ഥലമാണ്. അവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ടെങ്കിലും ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോർഫക്കാൻ ബീച്ചാണ്. കോർഫക്കാൻ ഫേമസ് ഫോർ ബീച്ചസ് ആണ്. അപ്പം ബീച്ചിലാവുമ്പം നമുക്ക് ഒരുപാട് പേരെ നമ്മൾക്ക് അറ്റ് എ ടൈമിൽ ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു റഷ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. പിന്നെ ഇത് ഈദിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു, അത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാം, വെള്ളത്തിൽ കളിക്കാം, മണ്ണിൽ കളിക്കാം. കുഞ്ഞുങ്ങൾ ബീച്ച് ടോയ്സും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കണ്ണൻചേട്ടനാണ് ഏറ്റവും വലിയ കുഞ്ഞ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പ്രാന്താവുന്ന കണ്ണൻചേട്ടനും ബീച്ച് തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് വന്നത്. ഇവിടെ ആര് വന്നാലും ഞങ്ങൾ ആദ്യം കൊണ്ടുവന്ന് കോർഫക്കാൻ ബീച്ചിലും പിന്നെ അൽഷൂബ് റെസ്റ്റ് ഏരിയയിലായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ കോർഫക്കാനിലെ സ്ഥലമെല്ലാം കണ്ടുകിട്ട് മടുത്തു. കാരണം നമ്മൾ 2-2.5 കൊല്ലമായിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഭയങ്കര കൗതുകം കേട്ടോ. അവർ ഇവിടെ പോകണം അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മളീ പോയി എല്ലാവരുടെയും കൂടെ പോയി എനിക്ക് മടുത്തു. പ്രത്യേകിച്ച് എനിക്ക് ബീച്ച്, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ബീച്ചിൽ നടക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങ് ബീച്ച് മടുത്തു. ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചിലർ പറയുന്നത് കേൾക്കാം, ബീച്ച് എത്ര കണ്ടാലും മടുക്കത്തില്ല, തിരമാല എത്ര കണ്ടാലും മടുക്കത്തില്ല, കടൽ എത്ര കണ്ടാലും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കടൽ പെട്ടെന്ന് മടുക്കും കേട്ടോ. അങ്ങനെ ഒരാളിനെ കൊണ്ട് ബീച്ചിൽ എല്ലാ ആഴ്ചയിലും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഹൈ റേഞ്ചസും മൗണ്ടൻസും ഒക്കെയാണ് എനിക്കിഷ്ടം, ഗ്രീനറികളും ഒക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബീച്ച് ഇങ്ങനെ എപ്പോഴെപ്പോഴും കാണുന്നത്. പിന്നെ നമ്മൾ വരുന്ന എല്ലാവരും കോർഫക്കാൻ ബീച്ചിൽ പോകാൻ വേണ്ടി കേട്ടോ ഇവിടെ എല്ലാവരും വരുന്നവർ ആദ്യം പറഞ്ഞ ബീച്ചിൽ പോകാം എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അതുകൊണ്ട് ഇവർ പിന്നെ നമ്മുടെ അതിഥി ഒന്നുമല്ല കേട്ടോ, നമ്മളെ വീട്ടുകാർ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വരുന്നത്, എല്ലാവരെയും കൊണ്ട് നമ്മൾ ബീച്ചിൽ പോകുന്നത്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ, മണ്ണിൽ കളിക്കാൻ. ആദ്യക്ക് വെള്ളത്തിനേക്കാളും കൊതി അങ്ങ് മണ്ണിനോടായിരുന്നു. മണ്ണിനകത്ത് അളിച്ച് പൊളിച്ച് കുഴച്ച് നാശമാക്കുമായിരുന്നു. ആദ്യം അങ്ങ് മുതലെടുക്കുമായിരുന്നു ആദ്യക്കുട്ടനാണെങ്കിലും ദേവൂട്ടിന്ന് വെച്ചാൽ ഇളയാളോട്ടോ. രണ്ടും മണ്ണിൽ കളിയായിരുന്നു. മൂത്ത ആൾ വെള്ളത്തിൽ കളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആദ്യക്കുട്ടിൻ്റെ ഫേവറേറ്റ്സ് ആട്ടോ ഇവർ രണ്ടുപേരും. പ്രത്യേകിച്ച് ചേച്ചി, മൂത്താളോട് കുറച്ചുകൂടി താല്പര്യം ആദ്യക്ക്. കാരണം ചേച്ചി ആയതുകൊണ്ട് എല്ലാം വിട്ടു കൊടുക്കുമല്ലോ. ഇളയാൾ ആദ്യമായിട്ട് ഏകദേശം 1 വയസ്സിന് വ്യത്യാസം കണ്ടേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരത്തി അത്ര വിട്ടു കൊടുക്കത്തില്ല. മൂത്ത ആൾ വിട്ടു കൊടുക്കുന്നതുകൊണ്ട് ആദ്യക്ക് ചേച്ചിയോടാണ് താല്പര്യം. പിന്നെ പൊതുവേ ആദ്യക്ക് ചേച്ചിമാരോടും ചേട്ടന്മാരോടും അങ്കിളുമാരോടുമാണ് ആദ്യക്ക് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ ആദ്യക്ക് ഭയങ്കര ഇഷ്ടം. ആദ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഒരു പോയപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. 1-2 ദിവസത്തേക്ക് പിന്നെ ചോദിച്ചോണ്ടൊക്കെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസമൊക്കെ വേറെ ഇവിടെ കുഞ്ഞുങ്ങൾ, ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ വന്നപ്പോൾ പിന്നെ അങ്ങ് സെറ്റായി പുള്ളി. കാരണം അങ്ങനെ കുഞ്ഞുങ്ങളെ കാണുന്നില്ലല്ലോ. ഇപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച മുതൽ സ്കൂൾ വിട്ടു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ. അങ്ങനെ നന്നായിട്ട് കുട്ടിപ്പട്ടാളങ്ങൾ മുഴുവൻ 3 പേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ പിടിച്ചിങ്ങോട്ട് കയറ്റാനായിരുന്നു പാട്, വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നും. ആദ്യം പ്രത്യേകിച്ച് മണ്ണിൽ നിന്ന് കയറ്റാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ.
അങ്ങനെ മൂന്നിനെയും കൂടെ നമ്മൾ ഏകദേശം ഒരു 1 or 1.5 hour നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ വന്ന് ഡ്രസ്സൊക്കെ മാറി. പിന്നെ നാട്ടിലെ പോലെയല്ല, നമ്മൾ കാറിൽ നനഞ്ഞുകൊണ്ട് വീട്ടിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇഷ്ടം പോലെ ഷവർ ഏരിയാസും ഡ്രസ് ചേഞ്ചിങ് റൂംസും ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ ബാത്റൂമുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തിരക്ക് വന്നാലും നമുക്ക് ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് എല്ലാവരും തിരിച്ച് കാറിൽ വീട്ടിൽ വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കാറൊന്നും ചീത്തയായൊന്നുമില്ല കേട്ടോ, വെള്ളമൊന്നും ആയൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി എല്ലാത്തിനെയും ഒന്നുകൂടി അടിച്ചനച്ച് കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി എടുത്തു. നമ്മൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചു. പിന്നെ അവർക്ക് അങ്ങ് അബുദാബി പോകണ്ട തിരിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് സമയം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളവർ. കാരണം ഈ ട്രാവലിംഗ് ഒരു അബുദാബി കോർഫക്കാൻ നല്ല ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെന്നാലും അവർ ഇങ്ങോട്ട് വന്നാലും ഒക്കെ നമുക്ക് കുറച്ച് സമയം കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ കുട്ടിപ്പട്ടാളങ്ങളുടെ 3 പേരുടെയും കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ അവർ ഇറങ്ങി. അവർ പറഞ്ഞു ഡിന്നർ ഞങ്ങൾ പുറത്തുനിന്ന് പോകുന്ന വഴിക്ക് അവർ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യം പിന്നെ അപ്പ ഡ്രസ്സും ചോക്ലേറ്റും ഒക്കെ കൊണ്ടാട്ടോ വന്നത്. അപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചി. അങ്ങനെ അവർ പതുക്കെ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ആദ്യം ഭയങ്കര ദുഃഖിതനാട്ടോ, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഗ്ലൂമിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. ബൈ ബൈ.